ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ജമ്മുവിലുള്ളത് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇറങ്ങിയതുള്ളൂ. ജമ്മുവിൽ ഇറങ്ങിയപ്പോഴാണ് സ്ഥിതി കണ്ടത്. നല്ല മഴ കേട്ടാ, നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ജമ്മുവിൽ ഞാൻ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാണ്. ട്രെയിനിലെത്തിയപ്പോൾ എന്താ മഴ എന്ന് പറയാം, നല്ല ഇടിയോടുകൂടിയ മഴ. അപ്പോൾ ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും മഴയുണ്ട്. നമുക്ക് സിം എടുക്കണം. ജമ്മുവിൽ നമുക്ക് സിം എടുക്കണം. ഇതാണ് നമ്മുടെ ജിയോ സിം ഇട്ടാ. ജമ്മുവിൽ നമ്മുടെ നാട്ടിലെ സിം ഒന്നും വർക്ക് ചെയ്യില്ല. ഇവിടെ പുതിയ സിം എടുക്കണം. നമുക്ക് പോസ്റ്റ് പെയ്ഡ് സിം മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ജിയോ സിം എടുത്തു. ഏകദേശം 399 രൂപയായിനി. 299 പ്ലാനും പിന്നെ 100 രൂപ അവൻ്റെ ചെയ്തു തരേണ്ട കമ്മീഷനും. ഇപ്പോൾ 399 രൂപ രാവിലെ തന്നെ ഇപ്പോൾ എന്താ പറയുക തെറിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരുന്നു. കാരണം മഴ ഇപ്പോൾ തോരാതൊന്നും നടക്കൂല. നല്ല തണുപ്പും കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് ജമ്മുവിൻ്റെ സ്റ്റേഷന് മുന്നിൽ തന്നെയുള്ള ഒരു പോലീസിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു ഷേപ്പ് ഉണ്ട്. നിങ്ങൾ നല്ല അടിപൊളി ഡിസൈനാക്കി വെച്ചത് ചെറിയൊരു പാർക്ക് പോലെയാണത്. അത് ഒരു എന്താ പറയുക, ഒരു പഴയതൊരു പോരാട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ വന്നോണം അത് നിർമ്മിച്ചിട്ടുള്ളതാണത്. സോ നമുക്ക് ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്കിത് കാണാൻ പറ്റും അല്ലേ. കേരളത്തിൽ നിന്നൊക്കെ ജമ്മുവിലേക്ക് ട്രെയിനുകളുണ്ട്. ജമ്മു താവി എന്നിട്ടില്ലേ, ജമ്മു താവി ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിനിൽ പെട്ട ഒരു ട്രെയിനാണത്. അപ്പോൾ ഞാനപ്പോൾ നമ്മുടെ ടുക് ഓട്ടോയിൽ കയറി. ഞാനിവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഒരു അമർമഹൽ മ്യൂസിയം, ഒരു ഹരി പാലസ് എന്ന് പറയും. ഹരി പാലസ് ആണ്. അവിടത്തേക്കാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് വേറൊരു ചെറിയൊരു സൂ ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കണം. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ജമ്മുവിലേക്ക് സ്ഥിതിയൊക്കെ ചെറിയൊരു അവ്യക്തമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആ മ്യൂസിയത്തിലേക്ക് പോയി. അവിടെ എൻട്രി ഇല്ല, ബാഗുള്ളതുകൊണ്ട് അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഇവിടത്തേക്ക് ഗാർഡനിലേക്ക് വന്നു, ഈ സൂവിലേക്ക്. അപ്പോൾ ഈ സൂ ഇപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഈ സൂ ഇവിടെ ക്ലോസ് ആയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇവിടെ നല്ല ഗാർഡനൊക്കെ ഉണ്ട്, ചെറിയൊരു ഓഫീസുണ്ട്, നല്ല ഗാർഡൻ ഉണ്ട്, ഇരിക്കാൻ വേണ്ടി നല്ല ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം. വേറെ പക്ഷികളും മൃഗങ്ങളൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല മനോഹരമായ ഗാർഡൻ തന്നെയാണ് ഇവിടെ, നല്ല അടിപൊളി ഗാർഡൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ സൂ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സൂവിലെ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വേറൊരു സൂവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ സൂവിൻ്റെ പേര് ജംബോ സൂ എന്നാണ്. ജംബോ സൂ. അതിവിടുന്ന് ഏകദേശം ഒരു നർക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണം. ഏകദേശം ഒരു 5-8 കിലോമീറ്റർ ഉണ്ട്. 8-9 കിലോമീറ്റർ പോയാൽ നഗ്രോട്ട എന്ന് പറയും. നഗ്രോട്ടയിൽ പോയാൽ നമുക്ക് ജംബോ സൂ ഉണ്ട്, അവിടെ പോയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ ഞാനിവിടെ ഗാർഡനിൽ നിന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഇവിടെ തന്നെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക സൂ ഒക്കെ ആക്കുമായിരുന്നു. സൂപ്പർ സ്ഥലം. അപ്പോൾ നമ്മളിവിടുന്ന് ബസ് കയറി ഇറങ്ങി വന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജംബൂ സൂ ഉണ്ട്. ഞങ്ങൾ ജംബൂ സൂ, അതായത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണുള്ളത് ഈ സൂ ഉള്ളത്. അവിടെ നിന്ന് ഏകദേശം ബസ്സിന് കയറി ഏകദേശം ഒരു 8 കിലോമീറ്റർ വന്നാൽ നമുക്ക് ബസ് ഡ്രൈവറോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ എത്തും. നമ്മൾ അകത്തേക്ക് കയറി. ഇവിടെ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. ഞാനതൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. അതിന് എക്സ്ട്രാ 200 രൂപ കൊടുക്കണം. ഈ സൂവിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 80 രൂപയാണ്. നമ്മൾ ബാറ്ററി വെഹിക്കിൾ വഴിയാണ് പോകണമെങ്കിൽ എക്സ്ട്രാ 200 രൂപ കൊടുക്കണം, 280 രൂപ കൊടുക്കണം. അപ്പോൾ വെറുതെ 280 രൂപ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടിട്ട് വലിയൊരു കുന്നാണ് കേട്ടോ, വലിയൊരു മല കുന്നിൻ്റെ മുകളിലാണ് ഈ സൂ ആക്കി വെച്ചത്. ജംബാർ ഡീർ ആണ് കേട്ടോ ഇത്. നോക്കട്ടെ എങ്ങനെ സൂ അങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു മാനിനെ നമുക്ക് കാണാൻ പറ്റും, ഒരു ജംബാർ ഡീർ. അത് ദൂരെ കാണാൻ കുറച്ച് അവിടെ കാണുന്നില്ല. ഞാൻ കുറച്ച് സൂം ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടി. സോ ഇതാണ് ജംബാർ ഡീർ. നിങ്ങളിത് വേണ്ട. ഇത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. കാരണം ഇത് ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കിയതല്ല, നാച്ചുറലായിട്ടുള്ള കുന്നുമലകളൊക്കെ തന്നെയാണ്. അവിടെയാണ് ഈ സൂ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. കാരണം നടക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് കുറച്ചും കൂടി അകത്തേക്ക് പോവാം.
ഇവിടെ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടി. ഇത് കണ്ട ലിയോപാഡാണ്, 2 ലിയോപാഡ് ഉണ്ട് ഇവിടെ. പക്ഷെ അവൾ കാണാൻ തന്നെ കുറച്ച് ഞാൻ നടന്നിട്ട് വന്നു. അടുത്തടുത്തല്ല, കുറച്ച് ഒരിത് കഴിഞ്ഞ് കുറച്ചധികം നമുക്ക് നടക്കാനുണ്ട്. കൊച്ചു കള്ളൻ. നിക്കി നല്ല സൈസ് സാധനം.
ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ടഫ് ട്രാവലർ ഷിഹാബാണ്. ഇപ്പോൾ ആക്ച്വലി ജമ്മുവിലെ കാഴ്ചകളൊക്കെ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. പിന്നെ ജമ്മുവിൽ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ അമൃത്സറിൽ ബസ്സൊക്കെ ക്യാൻസൽ ചെയ്തു. അവസാനം രാത്രി 1 മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു, അതിന് കയറിയിട്ടാണ് ജമ്മുവിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ജമ്മുവിൽ ഇപ്പോൾ ഇവിടെ ഈ ജംബൂ സൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തി. ജംബൂ സൂ ഇത് യൂട്യൂബിൽ ഞാൻ രാവിലെ വേറെ സ്ഥലത്ത് പോയിനി, പക്ഷേ അവിടെ എൻട്രി കിട്ടിയിട്ടില്ല. ചില ഇവിടെ കാശ്മീരിലൊക്കെ ഇപ്പോൾ കുറച്ച് ടൈറ്റ് സെക്യൂരിറ്റി കൂടുതലാണ്, പാൽഗാമിലെ ഇഷ്യൂ കാരണം. അപ്പോൾ ഈ ജംബൂ സൂ എന്ന് പറഞ്ഞ സൂവിൽ വന്ന് ഇവിടെ വലിയ മണ്ണാങ്കട്ടയൊന്നുമില്ല. 80 റുപ്യ എൻട്രി ടിക്കറ്റാണ്. 200 റുപ്യ നമ്മുടെ ആ വണ്ടിയുടെ ഇതുണ്ടല്ലോ, ആ റിക്ഷയിലാണ് കൊണ്ടുപോകുക. ഞാൻ ഈ റിക്ഷ സെലക്ട് ചെയ്തിട്ടില്ല, നടന്നിട്ടാണ് ഇത് കണ്ടത്. ഈ റിക്ഷയും കൂടി സെലക്ട് ചെയ്തിനെങ്കിൽ ഈ റിക്ഷയ്ക്ക് ആ ഓട്ടോക്ക് 200 റുപ്യയും എൻട്രി ഫീ 80, 280 റുപ്യ പോട്ടായിരുന്നു. ഇപ്പോൾ 80 റുപ്യ മാത്രമേ പോയിട്ടു. ഇവിടെ ഇത് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. കാര്യമായിട്ട് മെച്ചമായിട്ട് ഒന്നുമില്ല. ഇവിടെ ജംബൂ സൂ എന്നാണ് പേര്. ഇവിടെ മെയിനായിട്ട് 2 കാഴ്ചകൾ എന്ന് പറയുന്നത് പുലിയുണ്ട്, കരടി. പുലീനെ കണ്ടിനി, കരടിയുണ്ട്, ബംഗാൾ ടൈഗർ ഉണ്ട്, പിന്നെ ആ മയിൽ കണ്ടിനി. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലു. പിന്നെ മുതലാണെങ്കിൽ അങ്ങ് മൂലൊക്കെ 2 കിടക്കുന്നുണ്ടായിരുന്നു, ഉറങ്ങുന്നതാന്ന് തോന്നുന്നു. അത് ഇതിൻ്റെ ഒന്നാമത് ഭയങ്കര ഡിസ്റ്റൻസ്. വേറെ നമുക്ക് നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നടന്നിട്ട് വന്ന് കാണണമെങ്കിൽ നമുക്ക് കാണാം. മാത്രമല്ല ഇന്ന് ചൂട് കുറവായിരുന്നേ. ഇന്ന് ജമ്മുവിൽ രാവിലെ ഞാൻ സ്റ്റേഷനിലെത്തുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ വലിയ ചൂടില്ലാത്തതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം സുഖത്തിൽ കണ്ടിനി. നല്ല ചൂടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, നടന്നിട്ട് കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ റിക്ഷ സെലക്ട് ചെയ്തിട്ടില്ല. 80 റുപ്യ കൊടുത്തു. പക്ഷേ 80 റുപ്യേൻ്റെ വലിയ ഇതൊന്നും ഇല്ല. നമുക്ക് പിന്നെ നാച്ചുറൽ ബ്യൂട്ടി ഇങ്ങനത്തെ പ്രകൃതിൻ്റെ ഇതൊക്കെ കണ്ട് നടക്കാമെന്നേ ഉള്ളൂ. ആനിമൽസിൻ്റെ ഇതൊക്കെ വളരെ കുറവായിരുന്നു. ഇവരത് ആക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ആദ്യം വേറെ സ്ഥലത്തേക്ക് പോയി, അവിടെ എൻട്രി എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിരുന്നാലും ഇത് അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജംബൂ സൂ എന്നാണ് ഇതിൻ്റെ പേരിട്ട, ജംബൂ സൂ. ജസ്റ്റ് എന്താ പറയുക, 80 റുപ്യൊക്കെ കാണാനൊന്നുമില്ല. അതും നമ്മൾ ഓട്ടോയിലാണ് ഫുള്ള് കാണുന്നെങ്കിൽ 200 + 280 റുപ്യ ചാർജ് വരും. എന്തിനാണിത്? വലിയ മെച്ചമൊന്നും തോന്നുന്നില്ല. എനിവേ നമ്മളിപ്പോൾ ജമ്മുവിലാണ് ഉള്ളത്. ജമ്മുവിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. ജമ്മു എന്ന് പറയുന്നത് എന്താ പറയുക, സിറ്റി ഓഫ് ടെമ്പിൾസ് ആണ്. ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോവാം. ഓക്കെ, ശരി.
അപ്പോൾ ഇവിടെ ജമ്മു ബസ് സ്റ്റാൻഡിലുള്ളത് ബസ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ. ബസ് തീരെയില്ല. ഗവൺമെൻറ് ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകളൊക്കെ നിർത്തി വെച്ചിട്ടാണ് ഉള്ളത്. അപൂർവം ചില പ്രൈവറ്റ് ബസ്സുകൾ മാത്രം ഓടുന്നുണ്ട്. അപ്പം ഞാൻ വെച്ച അടുത്ത് നമുക്ക് എന്താ പറയുക പത്താൻകോട്ട് പിടിക്കാം, അല്ലാതെ വേറെ വഴിയില്ല. പത്താൻകോട്ട് നിന്ന് നമുക്ക് ധർമ്മശാലയോ മണാലിയോ ഷിംല ആ ഭാഗത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബസ്സില്ലാത്തതുകൊണ്ട് തിരിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട പരിപാടിയാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യാം, ട്രെയിനിന് പോയിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, പത്താൻകോട്ട് പോകാം. ഇതാണ് നിങ്ങൾ പത്താൻകോട്ട് എത്തി. പത്താൻകോട്ട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തുമ്പോൾ എല്ലാ കാഴ്ച ഉണ്ടാവും. ആൾക്കാരൊക്കെ വളരെ കുറവാണ്. എല്ലാം ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനും ട്രെയിനും പ്ലാറ്റ്ഫോമൊക്കെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ളത്. എൻ്റെ ഈ കമ്പാർട്ട്മെൻറ്റിൽ ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞിനി, പക്ഷേ ഇവിടുത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് കാണുന്നില്ല, ഏതാണെന്ന് അറിയില്ല നമുക്കായിരിക്കും. ബാക്കി പ്ലാറ്റ്ഫോമൊക്കെ മൊത്തം ഇരുട്ടാണ് കേട്ടോ. പ്ലാറ്റ്ഫോം മാത്രമല്ല, തൊട്ടപ്പുറം വീടും. പത്താൻകോട്ട് ഫുള്ളി ലൈറ്റ് പവർ ഓഫിലാണ്, പവർ കട്ടിലാണ്. ലോക്ക്ഡൗൺ പോലെ പവർ ഓഫ് ആക്കിയിട്ടാണ് ഉള്ളത്. സോ പത്താൻകോട്ട് നമുക്കറിയാമല്ലോ, പത്താൻകോട്ട് ആക്രമണം ഉണ്ടായതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പോൾ ഫുള്ള് ലൈറ്റ് ഓഫിലുള്ള കേട്ടോ സിറ്റി.